ഹോട്ടലിലൊക്കെ കിട്ടുന്ന വറുത്തരച്ച സാമ്പാർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് മത്തൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, ചേന, അതേപോലെ കുമ്പളം, പച്ചക്കായ ഇതെല്ലാം ക്യൂബാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പുളിക്കാവശ്യമായ പുളി വേണം. പിന്നെ കുറച്ച് പരിപ്പ്, പിന്നെ ഇതിലേക്ക് വറുക്കാനുള്ള തേങ്ങ വേണം. പിന്നെ ഇതുപോലെയുള്ള കട്ടക്കായം വേണം. അപ്പോൾ ഇനി തയ്യാറാക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കിയ പരിപ്പിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേനയും അതേപോലെ തന്നെ പച്ചക്കായയും ചേർത്തിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇത് കുറച്ച് വേവുള്ളതാണ്. അപ്പോൾ ഒരു 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് മറ്റേതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ രണ്ടും ഒരേ വേവായിരിക്കും. പിന്നെ ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള കൊഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വെണ്ടയ്ക്ക വഴറ്റിയെടുക്കുന്നത്. പിന്നെ ഈ വെണ്ടയ്ക്ക കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഈ കഷ്ണത്തിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. കായം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇതൊന്ന് ഈ വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഒരു 1-2 വെളുത്തുള്ളി അല്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇതിൽ ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാശ്മീരി ചില്ലിയും സാദാ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരേ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ നിങ്ങൾ കറി വെക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ബാക്കിയുള്ള ഈ മത്തനും പിന്നെ അതേപോലെ കുമ്പളം പിന്നെ കിഴങ്ങ് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ള കഷ്ണങ്ങൾ വെന്തതാണല്ലോ, അതുകൊണ്ടാണ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഇതിലേക്കൊരു കഷ്ണം കട്ടക്കായം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വിസിൽ വരാൻ കാത്തു നിൽക്കണ്ട. ആ വിസിൽ വരുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാകുമല്ലോ, ആ സമയത്ത് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആവി പോയതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വഴറ്റിയെടുത്ത വെണ്ടക്കയും അതേപോലെ ഒരു തക്കാളിയും കൂടെ കഷ്ണമാക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ച പുളി കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ശരിക്കും ഇത് നമ്മൾ ചില ഹോട്ടലുകളിലൊക്കെ ചെന്നാലുണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റാണ് ആ സാമ്പാറിന്. അതിൻ്റെ ആ സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല. അതാണ് കുക്കറിൽ വിസിൽ വരാതെ ചെയ്താൽ. വിസിൽ വന്നാൽ പിന്നെ അത് ആകെ വെന്ത് കുഴഞ്ഞു പോകും.
അപ്പോൾ ഇനി ഇതൊന്ന് താളിക്കണം. അതിന് വേണ്ടി ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും പൊട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കറി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള സാമ്പാർ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്.